നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി എത്രയോ അബദ്ധങ്ങൾ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ വേറെയുമുണ്ട്. അത് വെറും അബദ്ധമായിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച അബദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള കുറച്ച് മികച്ച അബദ്ധങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അബദ്ധമെന്ന് പറയുമ്പോൾ അത് ഒരേ സമയം അബദ്ധവും അതുപോലെ തന്നെ അത് മനുഷ്യർക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് വളരെ ഗുണകരമായി തീർന്നിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളാണ്. ഏറ്റവും മികച്ച അബദ്ധം എന്ന് പറയുന്നത് അത് പെൻസിലിൻ എന്നിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തമാണ്. 1928 ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ പരീക്ഷണശാലയിൽ ചില ബാക്ടീരിയകളിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അവയെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ ഒരു ഫംഗസ് വളരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫംഗസിനോട് ചേർന്നിട്ട് ആ ബാക്ടീരിയ വളരാത്തതും അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ ഈ പ്രതീക്ഷിക്കാതെ അനാവശ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഫംഗസ് ആണ് പിന്നീട് പെൻസിലിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഇത് ദുരൂഹമായിട്ടുള്ള ഒരു അബദ്ധമായിരുന്നെങ്കിലും ഈ ഒരു കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ തക്കതായിരുന്നു. രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവനാണ്. ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയിട്ടുള്ള പെർസി 1945 ഒരു റഡാർ ഉപകരണത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്റെ പോക്കറ്റിലെ ചോക്ലേറ്റ് ഉരുകുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത് മൈക്രോവേവ് റേഡിയേഷന്റെ താപശക്തിയെ കണ്ടെത്തുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടും മൈക്രോവേവ് ഓവൻ ഒരു ഗൃഹ ഉപകരണമായി മാറുകയും ചെയ്തു. മൂന്നാമത്തെ കണ്ടുപിടുത്തമാണ് പോസ്റ്റ് ഇറ്റ് നോട്ട്. 3M കമ്പനിയിലെ എഞ്ചിനീയർ സ്പെൻസർ 1970 ഒരു ശക്തമായിട്ടുള്ള പശ കണ്ടെത്തുന്നതിനിടയിൽ പൂർണ്ണമായും ഒട്ടിച്ചേരാത്തതും എന്നാൽ താൽക്കാലികമായി ഒട്ടുന്നതുമായിട്ടുള്ള ഒരു വസ്തു കണ്ടുപിടിച്ചു. ഇത് ഒരുപക്ഷെ വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുവെങ്കിലും പിന്നീട് പോസ്റ്റ് ഇറ്റ് നോട്ട് എന്നിട്ടുള്ള ഒരു ഉപയോഗ വസ്തുവായി തീരുകയും ചെയ്തു. നാലാമത്തേതായി വൾക്കനൈസ്ഡ് റബ്ബർ. ചാൾസ് ഗുഡിയർ എന്നിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണ സമയത്ത് അബദ്ധവശാൽ റബ്ബറും ഗന്ധകവും മിക്സ് ചെയ്തിട്ട് ഒരു ചൂട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം അബദ്ധവശാൽ ചൂട് കൊടുത്തപ്പോൾ ഒരുപാട് കാഠിന്യമേറിയതും ഒരുപാട് ലൈഫ് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു റബ്ബർ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം പിന്നീട് ഒരുപാട് വിപ്ലവങ്ങളിലേക്ക് വഴിതെളിച്ചു. ടയറുകൾ, ഷൂകൾ തുടങ്ങിയവയിൽ നിന്നും ഇന്ന് നാം ഉപയോഗിക്കുന്ന ഏറ്റവും ബലമുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബർ ഉൽപ്പന്നങ്ങൾ വരെ ആ ഒരു പ്രോസസ്സിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. 1895 വില്യം ഒരു കാഥോഡ് റോഡ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തുമ്പോൾ സമീപത്തുള്ള ഭിത്തിയിൽ ചില നിഴലുകൾ വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആകസ്മികമായിട്ട് ഉണ്ടായ ഈ ഒരു കണ്ടുപിടുത്തം പിന്നീട് എക്സ്റേയിലേക്ക് വഴിമാറി. ഇത് മെഡിക്കൽ ഡയഗ്നോസിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ജിജ്ഞാസയോടും സ്ഥിര ഉത്സാഹത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തെ അടുക്കുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.